ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഹോട്ട് ടോപ്പിക് ആണ്. ഏറ്റവും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇന്നലെ ഓഗസ്റ്റ് മാസം 2-ാം തീയതി കോമൺവെൽത്ത് അവസാനിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് മാസം ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ പറയുന്ന വീഡിയോ ലോഞ്ച് ചെയ്യാൻ പോവാണ്. അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേരും ദ സി എ അനലിസ്റ്റ് എന്ന് തന്നെയാണ്. അതിനകത്ത് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ആകാത്തവർ എന്ത് ചെയ്യുക? അതിനകത്ത് ജോയിൻ ചെയ്യുക. നമ്മുടെ നോട്ട്സും മറ്റ് പോൾ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ആ ഒരു ടെലഗ്രാം ചാനലായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കോമൺവെൽത്ത് ഗെയിംസ് എന്താണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്? അതായത് ബ്രിട്ടന്റെ അധീനതയിലായിരുന്നു അല്ലെ, ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയാണ് നമ്മൾ എന്ന് വിളിക്കുക കോമൺവെൽത്ത് കൂട്ടായ്മ എന്ന് വിളിക്കുക. ബ്രിട്ടന്റെ അധീനതയിലായിരുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്ന് വിളിക്കുക. ആ കോമൺവെൽത്ത് രാജ്യങ്ങൾക്കുള്ളിൽ നടക്കുന്ന ഗെയിംസിനെയാണ് നമ്മൾ കോമൺവെൽത്ത് ഗെയിംസ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ അറിയണം കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രം ആരംഭിച്ചത് ഏത് വർഷമാണ് എന്നറിയണം. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രം ആരംഭിച്ചത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 1930 കേട്ടോ. 1930 ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിക്കുന്നത്. 1930 ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുക. ഇത് ആദ്യകാലത്ത് 1930 അറിയപ്പെടുന്ന അതിന്റെ പേര് കോമൺവെൽത്ത് ഗെയിംസ് എന്നായിരുന്നില്ല. അന്ന് ഇത് അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. അടുത്തൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗെയിംസ് ഏത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോമൺവെൽത്ത് ആണ്. അപ്പോൾ അതിന്റെ ആദ്യകാല നാമം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ്. അപ്പോൾ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന പേരിലായിരുന്നു കോമൺവെൽത്ത് ഗെയിംസ് മുൻപ് അറിയപ്പെട്ടിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഓരോ 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ 2026 നടന്നത് കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷൻ ആണ്, എത്രാമത്തെ പതിപ്പാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 23ാമത് എഡിഷൻ ആണ്. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിലെ എത്രാമത്തെ എഡിഷൻ ആണ് ഇത്തവണ നടന്നത് എന്ന് ചോദിച്ചപ്പോൾ എത്രാമതെയാ? അത് 23ാമത് എഡിഷൻ ആണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ അറിയണം നമ്മൾ 2026 വേദി എവിടെ എന്നറിയണം. 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ അത് ഗ്ലാസ്ഗോയാണ്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയാണ് 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കാം. അപ്പോ ചോദ്യം വരുന്നു, സ്കോട്ട്ലാൻഡ് ഇത് ആദ്യമായിട്ടാണോ വേദിയാവുന്നത്? അല്ല കേട്ടോ. സ്കോട്ട്ലാൻഡ് ഇത് 4ാം തവണയാണ്. ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നത്. ആദ്യം 1970 പിന്നെ 1986 പിന്നെ 2014 പിന്നെ 2026 ഇപ്പോൾ ഇതാ 2026. അങ്ങനെ ആകെ 4 തവണ സ്കോട്ട്ലാൻഡ് ഈ പറയപ്പെടുന്ന കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കാം, താഴെ പറയുന്നവയിൽ സ്കോട്ട്ലാൻഡ് വേദിയാകാത്തത് ഏത് വർഷമാണെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. അപ്പൊ 4ാം തവണ വേദിയാവുന്നു. ഇനി ഇത്തവണത്തെ ഉദ്ഘാടകൻ എന്നറിയപ്പെടുന്നത് കിങ് ചാൾസ് മൂന്നാമനാണ്. കിങ് ചാൾസ് തേർഡ്. എലിസബത്ത് സെക്കൻഡ് രാജ്ഞിക്ക് ശേഷം, എലിസബത്ത് രാജ്ഞിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിനുണ്ട്. അതായത് ക്യൂൻ എലിസബത്തിന്റെ മരണശേഷം കാലശേഷം നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസും അതുപോലെ തന്നെ കിങ് ചാൾസ് മൂന്നാമൻ അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള ഈ പറയുന്ന കോമൺവെൽത്ത് ഗെയിംസുമാണ് എന്ന പ്രത്യേകത കൂടി ഇത്തവണത്തെ കോമൺവെൽത്തിന് ഉണ്ട്. ഇനി ഇത്തവണ ആകെ എത്ര രാജ്യങ്ങളാണ് പങ്കെടുത്തത്? ടോട്ടൽ നേഷൻസ് പാർട്ടിസിപ്പേറ്റഡ് എത്ര പേരാണ് എന്ന് ചോദിച്ചപ്പോൾ എത്ര പേരാ? ആകെ 74 രാജ്യങ്ങൾ അല്ലെ. ആകെ 74 രാജ്യങ്ങൾ ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്നത്. 74 രാജ്യങ്ങളാണ്. എന്ന് മുതൽ എന്ന് വരെ നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 23 മുതൽ ഓഗസ്റ്റ് മാസം 2 വരെയാണ് കേട്ടോ. അപ്പോൾ 2026 കൃത്യമായി പറഞ്ഞാൽ ജൂലൈ മാസം 23 മുതൽ ഓഗസ്റ്റ് മാസം 2 വരെയാണ് ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. ഇനി ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം, ഏതൊരു ഗെയിംസ് നടക്കുമ്പോഴും അവിടെ ഒരു ഭാഗ്യചിഹ്നം ഉണ്ടാവാറുണ്ട്. ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്ത്, അല്ലെങ്കിൽ മസ്കോട്ട്, നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ മസ്കോട്ട് എന്ന് വിളിക്കും. മസ്കോട്ട് അഥവാ ഭാഗ്യചിഹ്നം എന്ന് വെച്ചത് ഫിന്നിയാണ്.
ഫിന്നിയാണ്. ഈ പറയുന്ന ഫിന്നി എന്ന് പറയുന്ന സംഭവമാണ്. ഇതാണ് ഫിന്നി. യു ക്യാൻ കാൾ മീ ഫിന്നി. ഇത് കണ്ടോ, ഇതൊരു കുതിര പോലത്തെ ഒരു സെറ്റപ്പാണ്. ശരിക്കും പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിന്റെ ഔദ്യോഗിക മൃഗമായിട്ടുള്ള ഒരു യൂണിക്കോൺ ഉണ്ട്. ആ യൂണിക്കോണിന്റെ വേറൊരു പതിപ്പാണ്, വേറൊരു സംഭവമാണ്. യൂണിക്കോണുമായി ബന്ധപ്പെട്ട വേറൊരു സാധനമാണ് ഈ പറയുന്ന ഫിന്നി എന്ന് പറയുന്നത്. അപ്പൊ ഫിന്നി എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണ്ട. അപ്പൊ ഭാഗ്യചിഹ്നം അഥവാ മസ്കോട്ട് എന്ന് ചോദിച്ചപ്പോൾ എന്താണ്, അത് ഫിന്നി എന്നാണ് എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് വരാം. ഇന്ത്യ അറ്റ് കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ നേട്ടങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അവിടെ അടുത്ത് പറഞ്ഞു വെക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യ അറ്റ് കോമൺവെൽത്ത് ഗെയിംസ് 2026. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അതിന് ബേസിക് ആയിട്ട് കുറച്ച് കാര്യം പറയണം. ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1934 അത് സെക്കൻഡ് എഡിഷൻ. ഇന്ത്യ രണ്ടാമത്തെ എഡിഷനിലാണ് പങ്കെടുക്കുന്നത്, ആദ്യ എഡിഷനിൽ പങ്കെടുത്തില്ല. അപ്പോൾ 1934 പങ്കെടുക്കുമ്പോൾ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയാണ് എന്ന കാര്യം കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർക്കുക. അപ്പൊ ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചപ്പോൾ അത് 1934 എന്ന കാര്യം അവിടെ ഓർക്കുക. അപ്പൊ ചോദ്യം വരുന്നു, അപ്പൊ 2026 നടന്നത് ഇന്ത്യ പങ്കെടുക്കുന്ന എത്രാമത്തെ എഡിഷൻ ആണ് എന്നാണ് ചോദ്യം. ഇന്ത്യ പങ്കെടുക്കുന്ന 19ാമത് എഡിഷൻ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, സാറേ 1930 നമ്മൾ പങ്കെടുത്തില്ല, ടോട്ടൽ 23 എഡിഷൻ ആണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ 22ാമതല്ലേ വരേണ്ടത് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു 3 വർഷം നമ്മൾ പങ്കെടുത്തില്ല. 1930 നമ്മൾ പോയിട്ടേ ഇല്ല. അതിനുശേഷം 1934 നമ്മൾ പങ്കെടുത്ത ശേഷമുള്ള പ്രധാനപ്പെട്ട 3 കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ഏതൊക്കെ വർഷങ്ങളാ? 1950, 1962, 1986. അപ്പൊ 1950, 1962, 1986 എന്നീ 3 വർഷങ്ങളിൽ ഇന്ത്യ എന്ത് ചെയ്തില്ല, കോമൺവെൽത്ത് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതുകൊണ്ടാണ് 19ാമത്തെ തവണയാണ് ഇന്ത്യ പങ്കെടുക്കുന്നതെന്ന് പറയേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 2026 നടന്നത് ഇന്ത്യ പങ്കെടുക്കുന്ന 19ാമത് എഡിഷൻ ആണ്. അപ്പൊ ഏതൊക്കെ വർഷം നമ്മൾ പങ്കെടുത്തില്ല? തുടക്കത്തിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല, 1930 നമ്മൾ ഉണ്ടായിരുന്നില്ല. പിന്നെ 1950, 1962, 1986 എന്നീ 3 വർഷങ്ങളിൽ ഇന്ത്യ പങ്കെടുത്തിട്ടില്ല. ഇനി ഇന്ത്യയിൽ നിന്നും ഇത്തവണ ആകെ എത്ര കായിക താരങ്ങളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? ഇന്ത്യയിൽ നിന്നും ആകെ എത്ര കായിക താരങ്ങളാണ് ഇത്തവണ പങ്കെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ എത്ര പേരെന്നറിയാമോ? 122 പേർ. അപ്പൊ ഇന്ത്യയിൽ നിന്നും ഇത്തവണ പങ്കെടുത്ത കായിക താരങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചപ്പോൾ എത്ര പേരാ? അത് 122 പേരാണ്. 122 പേരാണെന്ന കാര്യം ഓർക്കുക. ഇനി നമുക്കറിയാം, ഈ പറയുന്ന കോമൺവെൽത്ത് ആയിക്കോട്ടെ, ഏഷ്യൻ ഗെയിംസ് ആയിക്കോട്ടെ, ഒളിമ്പിക്സ് ആയിക്കോട്ടെ, അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് എന്ന് പറയുന്നത് ഉദ്ഘാടന ചടങ്ങുണ്ട്, സമാപന ചടങ്ങുണ്ട് അല്ലെ? ഓപ്പണിംഗ് സെറമണിയും ക്ലോസിംഗ് സെറമണിയും. ഉദ്ഘാടന ചടങ്ങും സമാപന ചടങ്ങും. ഈ ഉദ്ഘാടന ചടങ്ങിലും സമാപന ചടങ്ങിലും പ്രധാനപ്പെട്ട അട്രാക്ഷൻ ആണ് ഫ്ലാഗ് ബിയറിംഗ് സെറമണി. ഫ്ലാഗ് ബിയറിംഗ് സെറമണി അഥവാ പതാക ഏന്തുന്ന ഒരു ചടങ്ങുണ്ട്. അതായത് ഒരു രാജ്യത്തിന്റെ 2 താരങ്ങൾ ഫ്രണ്ടിൽ കൂടെ പതാക ഏന്തി പോവും, മറ്റ് താരങ്ങൾ അവരെന്ത് ചെയ്യാറുണ്ട്, അനുഗമിക്കാറുണ്ട്. ഇത് ഈ പറയുന്ന ഉദ്ഘാടന ചടങ്ങിലും സംഭവിക്കാറുണ്ട്, സമാപന ചടങ്ങിലും സംഭവിക്കാറുണ്ട്. ഇവിടെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് 2 പേരാണ്. ആരൊക്കെയാണ് ആ 2 പേർ? നമുക്കറിയാം അവരെ. ഒന്ന്, മീരാബായ് ചാനു, ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ മലയാളം ഭാരോദ്വഹനം. ഭാരോദ്വഹനം അഥവാ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആണ് ആരുടെ മേഖല? മീരാബായ് ചാനുവിന്റെ മേഖല. അപ്പൊ മീരാബായ് ചാനുവും അതുപോലെ തന്നെ ബോക്സിംഗ് താരമായിട്ടുള്ള ലവ്ലീന ബോർഗോഹൈൻ എന്നാണ് പേര്. ലവ്ലീന ബോർഗോഹൈൻ എന്നാണ് അവരുടെ പേര്. ഓക്കെ അല്ലേ? അപ്പൊ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് 2 പേരാണ്. ഒന്ന്, മീരാബായ് ചാനു, വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമായിട്ടുള്ള മീരാബായ് ചാനുവും അതുപോലെ തന്നെ ബോക്സിംഗ് താരമായിട്ടുള്ള ലവ്ലീന ബോർഗോഹൈൻ. ഈ 2 പേരുമാണ് ഈ പറയുന്ന ഓപ്പണിംഗ് സെറമണി അഥവാ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത്. അങ്ങനെയെങ്കിൽ ചോദ്യം വരുന്നു, സമാപന ചടങ്ങിൽ ക്ലോസിംഗ് സെറമണി, സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആര് എന്നാണ് ചോദ്യം. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ജെയ്സ്മൈൻ ലംബോറിയ എന്ന് പറയുന്ന ബോക്സിംഗ് താരമാണ്. JAISMIMAINE, ജെയ്സ്മൈൻ ലംബോറിയ എന്ന് പറയുന്ന ബോക്സിംഗ് താരമാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇംഗ്ലീഷാണ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, കാരണം അതാകുമ്പോൾ
നമുക്ക് പെട്ടെന്ന് ഓർത്തു വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള മലയാളം കൂടെ ഞാൻ എഴുതാം. ഓക്കെ. അപ്പോൾ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഒരൊറ്റ വ്യക്തിയാണ്. അവരൊരു ബോക്സിംഗ് താരമാണ്. പേര് ഇത്തവണ സ്വർണ്ണ മെഡൽ നേടുന്നു അവരുടെ പേര് ജെയ്സ്മൈൻ ലംബോറിയ എന്നാണ്. നിങ്ങൾ ലംബോർഗിനി എന്ന് ഓർത്താലും മതി. നമ്മുടെ പൃഥ്വിരാജിന്റെ ലംബോർഗിനി ഇല്ലേ, അതെങ്കിലും ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ലംബോർഗിനിയാണ്, ലംബോറിയ. മറ്റേത് മീരാബായ് ചാനുവിനും അതുപോലെ തന്നെ ലവ്ലീന ബോർഗോഹൈനുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത്. സെറ്റാണ്. ആ ചിത്രം നമുക്ക് കാണാം. കണ്ടോ, മീരാബായ് ചാനുവും ലവ്ലീന ബോർഗോഹൈനും. ചോദിക്കാം, ലവ്ലീന ബോർഗോഹൈൻ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. മീരാബായ് ചാനു എല്ലാവർക്കും അറിയാം. മീരാബായ് ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ ഭാരോദ്വഹന മേഖലയുമായി ബന്ധപ്പെട്ട താരമാണ്. ഇതാണ് നമ്മുടെ ലംബോർഗിനി അല്ലെ, ലംബോറിയ. ജൈസ്മൈൻ ലംബോറിയ എന്ന് പറയുന്ന ബോക്സിംഗ് താരത്തെയാണ്. നിങ്ങൾ കാണാം, അവരുടെ കൈ നോക്കി, ബോക്സിങ്ങിന്റെ ആ ഒരു ഗ്ലൗ അവിടെ ഉണ്ട്. അതാണ് ഈ പറയുന്ന ലംബോർഗിനി അഥവാ ലംബോറിയ എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇന്ത്യൻ മെഡൽ നേട്ടങ്ങളിലേക്കാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. ഇന്ത്യയുടെ മെഡൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യക്ക് ഇത്തവണ ആകെ ലഭിച്ചത് 39 മെഡലുകളാണ് കേട്ടോ. അപ്പൊ ഇന്ത്യക്ക് ആകെ ലഭിക്കുന്നത് 39 മെഡൽസ്, 39 മെഡലുകളാണ്. ആ 39 മെഡലുകളിൽ സ്വർണം എത്ര, വെള്ളി എത്ര, വെങ്കലം എത്ര എന്നറിയണം. സ്വർണം 13ഉം വെള്ളി 17ഉം വെങ്കലം 9ഉമാണ്. അപ്പൊ ഇന്ത്യക്ക് ആകെ ലഭിച്ച മെഡൽ നേട്ടങ്ങൾ എത്രയാണ്? ടോട്ടൽ മെഡൽ കൺസീവ്ഡ് ബൈ ഇന്ത്യ 39 ആണ്, 39 മെഡലുകൾ. അതിൽ സ്വർണം 13 എണ്ണം, വെള്ളി 17 എണ്ണം, അപ്പൊ തന്നെ 30ആയി. ബാക്കി 9 എണ്ണം വെങ്കലമാണ്. ഇനി ഇന്ത്യക്ക് വേണ്ടി ഈ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത് ആര് എന്നറിയണം. ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ കായിക താരം ആര് എന്ന് ചോദിച്ചപ്പെടുന്നത് ജന്തു കുമാർ ആണെന്ന കാര്യം ഓർക്കുക. ജന്തു കുമാർ എന്ന് പറയുന്നത് ഒരു പാരാലിമ്പിക് താരമാണ്. പാരാ പവർ ലിഫ്റ്റിംഗ്, ഈ വെയ്റ്റ് ലിഫ്റ്റിങ്ങിന്റെ മറ്റൊരിതാണ് പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുക. പാരാലിമ്പിക് ആണ്, അംഗവൈകല്യം സംഭവിച്ച കായിക താരമാണ് ജന്തു കുമാർ എന്ന് പറയുന്നത്. ബ്രോൺസ് ആണ്, വെങ്കല മെഡലാണ് ലഭിച്ചത്. അപ്പോ ഇന്ത്യക്ക് വേണ്ടി ഈ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യ മെഡൽ നേടിത്തന്ന കായിക താരമാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? അത് ജന്തു കുമാറാണ്. പവർ ലിഫ്റ്റിംഗ് താരമാണ്, ബ്രോൺസ് ആണ്. ബ്രോൺസിലെ അദ്ദേഹത്തിന് ലഭിച്ചത് ബ്രോൺസ് മെഡലാണ്. പവർ ലിഫ്റ്റിംഗ്, എന്ത് പവർ ലിഫ്റ്റിംഗ്? പാരാലിമ്പിക് പവർ ലിഫ്റ്റിംഗ് താരമാണ് ജന്തു കുമാർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരം ആരെന്നാണ് ചോദ്യം. ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിത്തന്ന കായിക താരം എന്നറിയപ്പെടുന്ന നമ്മുടെ മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മീരാഭായ് ചാനു ആണ്. വെയ്റ്റ് ലിഫ്റ്റിംഗ് താരമായിട്ടുള്ള അല്ലെ, വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ ഭാരോദ്വഹനം. അപ്പൊ വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ ഭാരോദ്വഹന താരമായിട്ടുള്ള മീരാഭായ് ചാനു. ഇതോടുകൂടി മീരാഭായ് ചാനു തുടർച്ചയായി 3 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണം നേടുന്ന താരമായി മാറി. അവർ 2018 സ്വർണം നേടി, 2019 സ്വർണം നേടി, ഇപ്പോൾ 2019 അല്ല 2022 സ്വർണം നേടി, 2018 പിന്നെ 2022 സ്വർണം നേടി, ഇപ്പോൾ 2026 സ്വർണം നേടുന്നു. അപ്പൊ കൺസിക്യൂട്ടീവായിട്ട് 3 കോമൺവെൽത്ത് ഗെയിംസുകളിൽ സ്വർണ്ണ മെഡൽ നേടിയ കായിക താരമാണ് മീരാഭായ് ചാനു എന്ന കാര്യം അവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിത്തരുന്നത് ജന്തു കുമാർ, പാരാ പവർ ലിഫ്റ്റിംഗ്, ബ്രോൺസ്, വെങ്കലം. ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിത്തുന്ന കായിക താരം നമ്മുടെ സ്വന്തം മീരാഭായ് ചാനു ആണ്, വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഇനി നമുക്കറിയാം, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന സ്വർണ്ണ മെഡൽ ജേതാക്കൾ. ആ 13 സ്വർണ്ണ മെഡൽ ജേതാക്കളെയും നമ്മൾ എന്താ പോവാണ്, പഠിക്കാനായിട്ട് പോവാണ്. ചോദ്യങ്ങൾ കൂടുതൽ വരാൻ ചാൻസ് ഇവിടെ ആയിരിക്കും. അല്ലാതെ 39 പേരെ പഠിക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ 13 പേരെ നമ്മൾ അറിഞ്ഞു വെച്ചേക്കണം. അവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ 3 കാറ്റഗറി, അതായത് ബോക്സിങ്, വെയ്റ്റ് ലിഫ്റ്റിംഗ്, അതുപോലെ തന്നെ റെസ്ലിംഗ്. ഈ 3 കാറ്റഗറി വരുമ്പോൾ അവിടെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എത്ര കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചു? ഫോർ എക്സാമ്പിൾ ഇവിടെ മീരാഭായ് ചാനു 48 കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചു. ചില ആൾക്കാർ വിചാരിക്കും, സാറേ ഈ 48 കിലോഗ്രാം എന്ന് പറയുന്നത് അവർ എടുത്തുയർത്തിയ ഭാരമല്ലേ? അല്ല കേട്ടോ. 48 കിലോഗ്രാം എന്ന് പറയുന്ന അവരുടെ ഭാരമാണ്, ആ കായിക താരത്തിന്റെ ഭാരമാണ് 48 കിലോഗ്രാം. തരക്കാർ തമ്മിലല്ലേ മത്സരിക്കുക? 100 കിലോ ഉള്ളവനും 50 കിലോ ഉള്ളവനും ആണോ മത്സരിക്കുക? അല്ല.
50 കിലോ ഉള്ളവനും 50 കിലോ ഉള്ളവരും നമ്മളെ മത്സരിക്കുക. അപ്പൊ തരക്കാർ തമ്മിലാണ് മത്സരിക്കുന്നത്, ശരിയല്ലേ? ഇവിടെ 48 കിലോഗ്രാം വനിത, അല്ലാതെ 48 കിലോഗ്രാം ഉയർത്താനായിട്ട് നോക്കണേ, ഒരു ചാക്ക് സിമെന്റിന്റെ ഭാരമുള്ള 48 കിലോഗ്രാം, അത് ഉയർത്താൻ വേണ്ടി കോമൺവെൽത്ത് വരെ പോകണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർക്കുക, അപ്പൊ 48 കിലോ എന്ന് പറയുന്നത് അവരുടെ ഭാരമാണ്. അപ്പൊ മീരാബായ് ചാനു അവരുടെ സ്വദേശം മണിപ്പൂരാണ്. വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ ഭാരോദ്വഹനമാണ് മേഖല. വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ ഭാരോദ്വഹനമാണ് അവരുടെ മേഖല എന്ന് പറഞ്ഞു. ഇതാണ് ഏറ്റവും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ. ഇതാണ്, എത്ര കിലോഗ്രാം വനിതാ വിഭാഗം ഭാരോദ്വഹനത്തിലാണ് മീരാബായ് ചാനു സ്വർണ്ണ മെഡൽ നേടിയത് എന്ന് ചോദിച്ചപ്പോൾ എത്രയാ? 48 കിലോഗ്രാം കാറ്റഗറി, 48 കിലോഗ്രാം വിഭാഗത്തിലാണ്. ഇതോടുകൂടി അവർ നേട്ടം കരസ്ഥമാക്കുന്നു. 3 കൺസിക്യൂട്ടീവ് ഗോൾഡ് മെഡൽസ് ഇൻ കോമൺവെൽത്ത് ഗെയിംസ്. കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായി 3 സ്വർണ്ണ മെഡലുകൾ നേടിയ താരമെന്ന റെക്കോർഡ് നമ്മുടെ മീരാബായ് ചനുവിനാണ്. 2018 പിന്നെ 2022 പിന്നെ 2026 അവര് ഹാട്രിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അടിക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മീരാബായ് ചാനുവിനെ നിങ്ങൾക്ക് അവിടെ കാണാം. യെസ്, ഇതാണ് നമ്മുടെ അഭിമാന താരമായിട്ടുള്ള മീരാബായ് ചാനു. മീരാബായ് ചാനു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത വ്യക്തിയെ പരിചയപ്പെടുന്നു. രണ്ടാമത്തെ വ്യക്തിയെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്ന പേര് സാക്ഷി ചൗധരി. എന്താ പേര്? സാക്ഷി ചൗധരി എന്നാണ് പേര്. സാക്ഷി ചൗധരി ബോക്സിംഗ് താരമാണ്. സാക്ഷി ചൗധരി ബോക്സിംഗ് താരമാണ്. ഹരിയാനയാണ് സ്വദേശം. ഇവിടെ ബോക്സിംഗ് ആണ്. അപ്പൊ അറിയണം എത്ര കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചു? 51 കിലോഗ്രാം വനിതാ വിഭാഗം. 51 കിലോഗ്രാം വനിതാ വിഭാഗത്തിലാണ് അല്ലെ. 51 കിലോഗ്രാം കാറ്റഗറിയിലാണ് സാക്ഷി ചൗധരി. ഓക്കെ, സാക്ഷി ചൗധരി എന്ത് മെഡൽ നേടുന്നത്? സ്വർണ്ണ മെഡൽ നേടുന്നത്. സ്വദേശം എവിടെയാണ്? ഹരിയാനയാണ് എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അപ്പൊ സാക്ഷി 51 കിലോഗ്രാം, നമ്മുടെ മീരാബായ് ചാനു 48 കിലോഗ്രാം. അടുത്ത പോയിന്റ് പ്രീതി പൻവാർ. അടുത്ത വ്യക്തിയെ പരിചയപ്പെടുന്നു. പ്രീതി പൻവാർ. ഹരിയാനയാണ് പ്രീതിയുടെ സ്വദേശം. ഹരിയാനയാണ്. ബോക്സിംഗ് ആണ് മേഖല. വനിതകളുടെ 54 കിലോഗ്രാം. അപ്പൊ 54 കിലോഗ്രാം കാറ്റഗറി. വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗം ബോക്സിംഗിലാണ് നമ്മുടെ പ്രീതി പൻവാർ എന്ത് മെഡൽ നേടുന്നത്? സ്വർണ്ണ മെഡൽ നേടുന്നത്. അപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞത് സാക്ഷിയാണ്. എന്താണ്? സാക്ഷിയാണ്. സാക്ഷി 51 കിലോഗ്രാം ആണെങ്കിൽ ഇവിടെ പ്രീതി 54 കിലോഗ്രാം. അങ്ങോട്ട് കുറച്ച് ബോക്സിംഗ് താരങ്ങൾ ഞാൻ പറയും, അങ്ങോട്ട് പോകുമ്പോൾ വെയിറ്റ് കൂടെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ സാക്ഷി 51, പ്രീതി 54 എന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. സാക്ഷി 51 കിലോഗ്രാം, പ്രീതി 54 കിലോഗ്രാം. തെറ്റിപ്പോകരുത്. അടുത്ത പോയിന്റ് ജൈസ്മൈൻ ലംബോറിയ. ഇവരല്ലേ ഉദ്ഘാടന ചടങ്ങിൽ മീരാബായ് ചാനുവിനോടൊപ്പം ഇന്ത്യൻ പതാക ഏന്തിയത്? അതെ, ജൈസ്മൈൻ ലംബോറിയ അല്ലെ. ജൈസ്മൈൻ ലംബോറിയ എന്നാണ് പേര്. ഹരിയാനയാണ് സ്വദേശം. ബോക്സിംഗ് താരമാണ്. 57 കിലോഗ്രാം വിഭാഗം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് 51 കിലോഗ്രാം ആണ്, പിന്നെ പറഞ്ഞത് 54 കിലോഗ്രാം ആണ്, ഇപ്പൊ പറയുന്നു 57 കിലോഗ്രാം. 51 കിലോഗ്രാം സാക്ഷിയാണ്. 54 കിലോഗ്രാം ആരാ? 54 കിലോഗ്രാം രണ്ടാമത് പറഞ്ഞത് പ്രീതിയാണ്. പ്രീതി ചൗധരി. മൂന്നാമത് പറഞ്ഞത് ജൈസ്മൈൻ ലംബോറിയ. ലംബോർഗിനി എന്ന് ഓർക്കുക. ലംബോർഗിനിയാണ് 57 കിലോഗ്രാം. അപ്പൊ 51 സാക്ഷി, 54 പ്രീതി, 57 ലംബോർഗിനി. 57 ആരാണ്? ലംബോർഗിനി എന്ന് ഓർക്കുക. ലംബോർഗിനി എന്ന് ഓർക്കുക അല്ലെ. അപ്പോൾ 51 54 57 ഒരു പ്രാസത്തിൽ ഓർത്ത് വെച്ചേക്കുക. സാക്ഷി, പ്രീതി, ലംബോർഗിനി. അപ്പൊ അത് സെറ്റായേ. 3 പേരുടെ സ്വദേശം മാറ്റമില്ല, ഹരിയാന തന്നെയാണ്. 3 പേരും ബോക്സിംഗ് താരങ്ങളാണ്. അപ്പൊ ചോദിക്കാം, സാക്ഷി ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ് ആണ്. ഇനി സാക്ഷി പറയുമ്പോൾ സാക്ഷി മാലിക് ഉണ്ട്, ഇത് സാക്ഷി ചൗധരിയാണ് കേട്ടോ. ഇനി അടുത്തത് പ്രിയ ഗംഗസ്. ഹരിയാനയാണ് സ്വദേശം. ബോക്സിംഗ് താരമാണ് പ്രിയ ഗംഗസ്. വനിതകളുടെ 60 കിലോഗ്രാം കാറ്റഗറി, 60 കിലോഗ്രാം കാറ്റഗറി. അപ്പോൾ അടുത്തത് വരുന്നു 60 കിലോഗ്രാം വിഭാഗം. പ്രിയ വരുന്നു. അപ്പോൾ സാക്ഷി, പ്രീതി, ലംബോർഗിനി, പ്രിയ എന്നോർക്കാം. 51 54 57 60 ഓർത്ത് നോക്കിയേ. 51 കിട്ടിക്കഴിഞ്ഞാൽ 3 കിലോഗ്രാമിന് വ്യത്യാസമേ ഉള്ളൂ. 51 ടു പിന്നെ 3 എണ്ണം കഴിഞ്ഞ് 54, അത് കഴിഞ്ഞ് 57, പിന്നെ 3 എണ്ണം കഴിഞ്ഞ് 60.
അപ്പൊ ആ ഒരു പ്രാസത്തിൽ ഓർത്ത് വെച്ചേക്കുക. സാക്ഷി, പ്രീതി, ലംബോർഗിനി, പ്രിയ. ഓക്കെ അല്ലേ? അപ്പൊ പ്രിയ ഗംഗസ് ബോക്സിംഗ് ആണ്, 60 കിലോഗ്രാം വിഭാഗം. ഹരിയാനയാണ് സ്വദേശം, മാറ്റമില്ല. സ്വദേശം 4 പേർക്കും ഹരിയാനയാണ്. ഇനി അടുത്തത് അരുന്ധതി ചൗധരി, ഒറ്റ അടിക്ക് കയറി 10 കിലോഗ്രാം ബോക്സിംഗ് തന്നെയാണ്. അടുത്തത് അരുന്ധതിയാണ്. അടുത്തത് നമുക്ക് ഇവിടെ തന്നെ എഴുതി പോവാം. അടുത്തത് അരുന്ധതി 70 കിലോഗ്രാം. അരുന്ധതി 70 കിലോഗ്രാം അരുന്ധതി എന്ന കാര്യം എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 70 കിലോഗ്രാം അരുന്ധതിയാണ്, 70 കിലോഗ്രാം അരുന്ധതിയാണ്. അപ്പോൾ സാക്ഷിയായി പ്രീതി, സാക്ഷി 51, പ്രീതി 54, മൂന്നാമത് പറഞ്ഞ ലംബോർഗിനി 57, അടുത്ത് പ്രിയ പറഞ്ഞു 60, ഇപ്പൊ പറഞ്ഞു അരുന്ധതി പറഞ്ഞു 70. ഓക്കെ അല്ലേ? നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഇവരുടെ സ്വദേശം, പക്ഷേ ഈ പറയുന്ന അരുന്ധതിയുടെ സ്വദേശം ചെറിയൊരു വ്യത്യാസമുണ്ട്, രാജസ്ഥാനാണ്. അപ്പൊ അരുന്ധതിയുടെ സ്വദേശം ചെറിയൊരു വ്യത്യാസമുണ്ട്. എവിടെയാണ് സ്വദേശം? രാജസ്ഥാനാണ്. വനിതകളുടെ 70 കിലോഗ്രാം വിഭാഗം. അടുത്ത പോയിന്റ് സച്ചിൻ സിവാജ്. അരുന്ധതി ചൗധരി, അരുന്ധതി ചൗധരി എന്നാണ് പേര്. ഇനി അപ്പോ വനിതാ കായിക താരങ്ങൾ 4 പേരും അവിടെ ആയിട്ടുണ്ട്. വനിതകൾ 4 പേരും അവിടെ കൃത്യമായിട്ടായിട്ടുണ്ട്. വനിതകൾ 5 പേരാണ്. 5 പേരും കൃത്യമായി കഴിഞ്ഞു. 5 വനിതകളെ അവിടെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ ഇവിടെ ഓക്കെ, ഇവിടെ ഒന്ന് പറഞ്ഞു പോവാം നമുക്ക്. ആദ്യം നമ്മൾ പറഞ്ഞത് 51 കിലോഗ്രാം, പിന്നെ 54 കിലോഗ്രാം, പിന്നെ 57 കിലോഗ്രാം, പിന്നെ 60 കിലോഗ്രാം, പിന്നെ 70 കിലോഗ്രാം. 5 പേരായില്ലേ? ആദ്യം പറഞ്ഞത് ആരായിരുന്നു? ആദ്യം പറഞ്ഞത് സാക്ഷിയാണ്. രണ്ടാമത് പറഞ്ഞത് പ്രീതിയാണ്. മൂന്നാമത് പറഞ്ഞത് ലംബോർഗിനിയാണ്. നാലാമത് പറഞ്ഞത് പ്രിയയാണ്. അഞ്ചാമത് പറഞ്ഞത് അരുന്ധതിയാണ്, അരുന്ധതി ചൗധരിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ 5 പേരും കിട്ടിയേ. അതിൽ ഈ 4 പേരുടെയും സ്വദേശം എവിടെയാണ്? ഈ 4 പേരും ഹരിയാനക്കാരാണ്. അരുന്ധതിയുടെ സ്വദേശം മാത്രം എവിടെയാണ്? രാജസ്ഥാനാണെന്ന കാര്യം ഓർത്ത് വെച്ചേക്കുക. സെറ്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ 5 വനിതാ ബോക്സിംഗ് താരങ്ങളെ പറഞ്ഞു. അടുത്തിലോട്ട് പോകുന്നു. ഇനി പുരുഷ താരങ്ങളുണ്ട്. പുരുഷ ബോക്സിംഗ് താരങ്ങളാണ്. 6ാമത്തെ വ്യക്തി സച്ചിൻ സിവാജ് എന്നാണ് പേര്. സച്ചിൻ സിവാജ്. അപ്പോ സച്ചിൻ സിവാജ് ആരാണ്? സച്ചിൻ സിവാജ് സ്വദേശം ഹരിയാനയാണ്. ബോക്സിംഗ് ആണ് താരം. പുരുഷന്മാരുടെ 60 കിലോഗ്രാം. പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗം, മെൻസ് 60 കിലോഗ്രാം. കേട്ടോ, പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിലാണ് സച്ചിൻ. അപ്പൊ സച്ചിൻ നമുക്കറിയാം, ക്രിക്കറ്റിലൊരു സച്ചിൻ ഉണ്ട്. ഇത് ബോക്സിംഗിലെ സച്ചിനാണ്. ബോക്സിംഗിലെ സച്ചിന് ഭാരം 60 കിലോഗ്രാം വിഭാഗത്തിൽ. ഇതെല്ലാം പറയുന്ന സ്വർണ്ണമാണേ, അതുകൊണ്ട് പ്രത്യേകത പറയുന്നില്ല, എല്ലാം സ്വർണ്ണമാണ്. അപ്പൊ സച്ചിൻ സിവാജ് ഹരിയാന സ്വദേശി, ബോക്സിംഗ് ആണ് മേഖല. പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗം, പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗം. അടുത്തത് വീണ്ടും ഒരു പുരുഷനെ കൂടെ പരിചയപ്പെടുന്നു. ഇദ്ദേഹം 60 ആണെങ്കിൽ, നമ്മുടെ സച്ചിൻ 60 ആണെങ്കിൽ, ഇദ്ദേഹം എത്രയാണ്? അങ്കുഷ് പങ്കൽ എന്നാണ് പേര്. അങ്കുഷ് പങ്കൽ എന്നാണ് പേര്. അങ്കുഷ് പങ്കലിനെ പറ്റി പറയുമ്പോൾ, അങ്കുഷ് പങ്കലിന്റെ സ്വദേശം എവിടെയാണ്? ഹരിയാനയാണ് സ്വദേശം. ബോക്സിംഗ് താരമാണ്. പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗം. അപ്പോ സച്ചിൻ എത്ര കിലോഗ്രാമാ? സച്ചിൻ 60 കിലോഗ്രാം ആണെങ്കിൽ അങ്കുഷ് 80 കിലോഗ്രാം ആണ്. സച്ചിന്റെ സ്വദേശവും അതുപോലെ തന്നെ അങ്കുഷിന്റെ സ്വദേശവും എവിടെ തന്നെയാണ്? ഈ പറയുന്ന ഹരിയാന തന്നെയാണ് എന്ന കാര്യം അവിടെ ഓർത്തു വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അതും കൂടെ ആവുമ്പോഴേക്കും 5 വനിതകളും 2 പുരുഷന്മാരും. അപ്പോൾ 7 സ്വർണ്ണ മെഡൽ നമുക്ക് ഇവിടെ മാത്രം കിട്ടി. ബോക്സിംഗിൽ മാത്രം നമ്മൾ 7 എണ്ണം തൂക്കി എന്നുള്ളതാണ്. 7 സ്വർണ്ണ മെഡലുകൾ. ആ 13 എണ്ണത്തിൽ, ആകെയുള്ള 13-ൽ 7 മെഡലും ബോക്സിങ്ങിനാണ് സ്വർണ്ണ മെഡൽ കിട്ടിയത്. 13 സ്വർണത്തില് 7 സ്വർണവും ബോക്സിങ്ങിനാണ്. അതിൽ 5 പേര് വനിതകളും 2 പേര് പുരുഷന്മാരും. സച്ചിനും അങ്കുഷും എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്ത് വെച്ചേക്കുക. പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിലാണ് അങ്കുഷ്. സച്ചിൻ 60 കിലോഗ്രാം വിഭാഗം. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. അസ്മിത ദേയ് എന്നാണ് പേര്.
അസ്മിത ദേ എന്നാണ് പേര്. അസ്മിത ദേ. അസ്മിത ദേയുടെ സ്വദേശം എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞത് ത്രിപുരയാണ്. ജൂഡോ താരമാണ് അസ്മിത ദേ എന്ന് പറയുന്നത്. ജൂഡോ താരമാണ്. ജൂഡോയിൽ വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗം, 48 കിലോഗ്രാം. അപ്പൊ അസ്മിത എത്ര കിലോഗ്രാമാ? 48 കിലോഗ്രാം വിഭാഗത്തിലാണ്. 48 കിലോഗ്രാം അല്ലെ. 48 കിലോഗ്രാം വിഭാഗത്തിലാണ് അസ്മിത ദേ എന്ത് ചെയ്യുന്നത്? പങ്കെടുക്കുന്നത്. അപ്പൊ അസ്മിത ദേ സ്വദേശം എവിടെയാണ്? അസ്മിത ദേയുടെ സ്വദേശം ത്രിപുരയാണ്. ജൂഡോയാണ് അസ്മിത ദേയുടെ മേഖല, കായിക മേഖല ജൂഡോയാണ്. വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിക്കുന്നത്. അടുത്ത വ്യക്തി ഹർഷ സിംഗ്, അതും ജൂഡോയാണ്. ഓക്കെ, അസ്മിതയും ഹർഷ സിംഗും ജൂഡോയാണ്. പുരുഷന്മാരുടെ 60 കിലോഗ്രാം. അസ്മിത 48 കിലോഗ്രാം ജൂഡോയാണെങ്കിൽ ഇവിടെ ഹർഷ സിംഗ് സ്വദേശം ഡൽഹിയാണ്. പുരുഷന്മാരുടെ 60 കിലോഗ്രാം, മെൻസ് 60 കിലോഗ്രാം അല്ലെ. പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിലാണ് ഹർഷ സിംഗ് എന്ത് മെഡൽ നേടുന്നത്? സ്വർണ്ണ മെഡൽ നേടുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഓർക്കുക, കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിൽ ജൂഡോയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിന്റെ ജൂഡോയിൽ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം എന്ത് നേടുന്നത്? ഈ പറയുന്ന മെഡൽ നേടുന്നത്. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം. ആദ്യം ലഭിച്ച മെഡൽ തന്നെ എന്താണ്? സ്വർണ്ണമാണ്. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോയിൽ, കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസ് ജൂഡോയിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരമാണ് ഹർഷ സിംഗ് എന്ന് പറയുന്നത്. എത്ര കിലോഗ്രാമാ? 60 കിലോഗ്രാം വിഭാഗം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹർഷ സിംഗ്. ഈ കാണുന്നതാണ് നമ്മുടെ ഹർഷ സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അസ്മിത ദേ പറഞ്ഞു ത്രിപുരയാണ് സ്വദേശം, ഹർഷ സിംഗ് ഡൽഹിയാണ് സ്വദേശം. അസ്മിത 48 കിലോഗ്രാം, ഹർഷ സിംഗ് ഈ പറയുന്ന 60 കിലോഗ്രാം. അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത വ്യക്തി ദിലീപ് ഗാവിത്. ദിലീപ് ഗാവിറ്റ് എന്നോ പറയാം. അദ്ദേഹത്തിന്റെ സ്വദേശം മഹാരാഷ്ട്രയാണ്. പാരാ അത്ലറ്റിക്സ് ആണ് മേലെ കണ്ടോ. അദ്ദേഹത്തിന്റെ കൈ ഒരു വൈകല്യം സംഭവിച്ച കൈ കാണുള്ളത്. അപ്പൊ പാരാ അത്ലറ്റിക് ആണ്. 100 മീറ്റർ ഓട്ടം. ഈ T47 എന്ന് പറയുന്നത് അവരുടെ വൈകല്യത്തെ സൂചിപ്പിക്കുന്നതാണ്. T47 എന്ന് പറയുന്നത് അവരുടെ വൈകല്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. പുരുഷന്മാരുടെ 100 മീറ്റർ, മെൻസ് 100 മീറ്റർ. അപ്പോൾ ദിലീപ് ഗാവിത്ത് സ്വദേശം മഹാരാഷ്ട്രയാണ്. അപ്പൊ ദിലീപ് ഗാവിത്തിന്റെ സ്വദേശം എവിടെയെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് മഹാരാഷ്ട്രയാണ്. അദ്ദേഹം ഒരു പാരാലിമ്പിക് അത്ലറ്റ്, അംഗവൈകല്യം സംഭവിച്ച അത്ലറ്റാണ്, പാരാ അത്ലറ്റാണ്. പുരുഷന്മാരുടെ 100 മീറ്ററിൽ പങ്കെടുക്കുന്നു. T47 അതായത് അവരുടെ വൈകല്യത്തെ സൂചിപ്പിക്കുന്നതാണ് T47. ശരി, അപ്പൊ ദിലീപ് എന്ന് ഓർക്കുക. ദിലീപ് പാരാ അത്ലറ്റിക് 100 മീറ്റർ ഓട്ടം സ്വർണ്ണ മെഡൽ നേടുന്നു. ദെൻ സോമൻ റാണ. സോമൻ എന്ന് പഠിച്ചാൽ മതി. സോമൻ റാണ ബീഹാറാണ് സ്വദേശം. അദ്ദേഹവും ഒരു പാരാ അത്ലറ്റിക് താരമാണ്. അപ്പൊ സോമനും എന്താണ്? ഒരു പാരാ അത്ലറ്റിക് ആണ്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ ദിലീപും സോമനും രണ്ട് ചലച്ചിത്ര താരങ്ങൾ അല്ലേ? ദിലീപും സോമനും. ദിലീപ് ഈ പറയുന്ന ഓട്ടമാണെങ്കിൽ സോമൻ എന്താണ്? ഷോട്ട് പുട്ടാണ്. F57 എന്ന് പറയുന്നത് അവരുടെ വൈകല്യത്തെ സൂചിപ്പിക്കുന്നതാണ്. പുരുഷന്മാരുടെ ഷോട്ട് പുട്ട്, പാരാ അത്ലറ്റിക്സ്. അപ്പൊ സോമൻ റാണ സ്വദേശം ബീഹാറാണ്. ദിലീപ് ഗാവിത്ത് സ്വദേശം മഹാരാഷ്ട്ര. അപ്പോൾ ദിലീപ് ഓട്ടം, നമ്മൾ ഏതൊരു പടത്തിനകത്ത്, എനിക്ക് പടത്തിന്റെ പേര് ഓർമ്മയില്ല, ദിലീപ് ഒരു ഓട്ടം ഓടുന്ന 100 മീറ്റർ റേസിൽ ജയിക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ? അത് ഏത് പടമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇതൊരു കോളേജിന്റെ ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെ ഓർക്കുക. ദിലീപ്, ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ദിലീപ് ഓട്ടം, എന്നാൽ സോമൻ ഷോട്ട് പുട്ടാണ്. അപ്പൊ സോമൻ റാണ സ്വദേശം ബീഹാറാണ്. പാരാ അത്ലറ്റിക് താരമാണ്. പുരുഷന്മാരുടെ ഷോട്ട് പുട്ട് F57 കാറ്റഗറിയിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? മത്സരിക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കാം. അടുത്തത് ഷാർമിള ദങ്കർ, വീണ്ടും പാരാ അത്ലറ്റിക് താരമാണ്. ഷാർമിള ദങ്കർ പാരാ അത്ലറ്റിക് സ്വർണ്ണം നേടുന്നു. ഹരിയാനയാണ് സ്വദേശം, അതും ഷോട്ട് പുട്ട്. അപ്പോൾ ഷാർമിള ധൻകർ, ജഗദീപ് ധൻകർ, നിലവിൽ ഇന്ത്യയുടെ മുൻ ഉപരാഷ്ട്രപതിയായിരുന്നു ജഗദീപ് ധൻകർ അല്ലേ? ഇത് ഷാർമിള ധൻകർ, ഹരിയാനയാണ് സ്വദേശം, പാരാ അത്ലറ്റിക് താരമാണ്.
വനിതകളുടെ ഷോട്ട് പുട്ട് F57 കാറ്റഗറിയിൽ മത്സരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നു, കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ ജേതാവ്. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസില് പാരാ അത്ലറ്റിക്സ് കാറ്റഗറിയിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയ താരം. അപ്പൊ കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തില് പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിത്തുന്ന കായിക താരമാണ് ഷർമിള ധങ്കർ എന്ന് പറയുന്നത്. ഷർമിള ധൻകർ എന്ന് പറയുന്നത്. അപ്പൊ ഷർമിള ധൻകർ എന്നാണ് പേര്. കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ജേതാവാണ് ഷർമിള ധൻകർ. സ്വദേശം ഹരിയാനയാണ്. അടുത്ത ഇതാണ് നമ്മുടെ ഷർമിള ധൻകർ നിങ്ങൾക്ക് അവിടെ കാണാം, പാരാ അത്ലറ്റിക് താരം. അടുത്തതിലോട്ട് നമുക്ക് പോവാം. ഇനി നമുക്ക് മെഡൽ പട്ടികയിലേക്ക് വരാം, മെഡൽ ടാലിയിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ മൊത്തം 13 സ്വർണ്ണ മെഡൽ ജേതാക്കളെയും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ 13 സ്വർണ്ണ മെഡൽ ജേതാക്കളിൽ നമുക്കറിയാം, ബോക്സിംഗ് 7 പേരാണ് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയത്. പാരാ അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത് 3 പേരാണ്. ജൂഡോയിൽ സ്വർണ്ണ മെഡൽ നേടിയത് 2 പേരാണ്. പിന്നെ ഒന്ന് നമ്മുടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ ഭാരോദ്വഹനം. ആരാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് അഥവാ ഭാരോദ്വഹനം? ഒരാളാണ് മീരാഭായ് ചാനു. അങ്ങനെ 13 പേരെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മെഡൽ ടാലിയിലേക്ക് നമ്മൾ വരികയാണ്. മെഡൽ ടാലിയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഒന്നാം സ്ഥാനത്ത്, ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. മെഡൽ ടാലിയിലേക്ക് വരുമ്പോൾ മെഡൽ ടാലിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയക്ക് ആകെ ലഭിക്കുന്നത് 171 മെഡലുകളാണ്. അതിൽ 70 സ്വർണം, 45 വെള്ളി, 56 വെങ്കലമാണ്. അപ്പോൾ മെഡൽ ടാലിയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയക്ക് ആകെ ലഭിച്ചത് 171 മെഡലുകളാണ്. അതിൽ 70 സ്വർണവും 45 വെള്ളിയും 56 വെങ്കലവുമാണെന്ന കാര്യം ഓർക്കുക. ഇനി രണ്ടാം സ്ഥാനത്തെത്തിയത് ഇംഗ്ലണ്ടാണ് കേട്ടോ. ഇംഗ്ലണ്ടാണ്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര മെഡൽ കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം തീരുമാനിക്കുക? അല്ല കേട്ടോ. നിങ്ങൾക്ക് എത്ര മെഡൽ കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, നിങ്ങൾക്ക് എത്ര സ്വർണ്ണ മെഡലുകൾ കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വർണം ഈക്വൽ ആണെങ്കിൽ വെള്ളി നോക്കും, വെള്ളിയും ഈക്വൽ ആണെങ്കിൽ വെങ്കലം നോക്കും. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം. ഇവിടെ ഒന്നാം സ്ഥാനത്ത് ഏകപക്ഷീയമായിട്ട് ഓസ്ട്രേലിയ 70 സ്വർണ്ണ മെഡലുകളുമായിട്ട് ഒന്നാം സ്ഥാനത്ത് പോയി, ടോട്ടൽ 170 മെഡല്. രണ്ടാം സ്ഥാനത്ത് ഇംഗ്ലണ്ടാണ്, 110 മെഡലാണ് ഇംഗ്ലണ്ട് ലഭിക്കുന്നത്. അതിൽ 29 സ്വർണവും 45 വെള്ളിയും 36 വെങ്കലവുമാണ്. ഇനി മൂന്നാം സ്ഥാനം കാനഡയാണ്. കാനഡയ്ക്ക് ആകെ ലഭിക്കുന്നത് 62 മെഡലുകളാണ്. അതിൽ 19 സ്വർണവും 20 വെള്ളിയും 23 വെങ്കലവുമാണ്. ഇനി നാലാം സ്ഥാനം ഇന്ത്യയുടെ സ്ഥാനം ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്ന് വെച്ചാൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. ഇന്ത്യക്ക് ആകെ ലഭിച്ചത് 39 മെഡലുകളാണ്. അതിൽ 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലമാണെന്ന കാര്യം ഓർക്കുക. അവിടെയാണ് ഞാൻ പറഞ്ഞ നേരത്തെ പോയിന്റ് വരുന്നത്. നോക്കി, 5ാം സ്ഥാനത്തുള്ളത് സ്കോട്ട്ലാൻഡ്. ആതിഥേയ രാജ്യമായ സ്കോട്ട്ലാൻഡിന് എത്ര മെഡൽ കിട്ടി? നമ്മളെപ്പോലെ തന്നെ 39 മെഡലാണ് കിട്ടിയത്. അവർക്ക് സ്വർണം 13. നമ്മളെപ്പോലെ തന്നെ 13 സ്വർണം അവർക്ക് ലഭിച്ചു. പക്ഷേ സ്വർണം ഈക്വൽ ആയപ്പോൾ നമ്മൾ വെള്ളി നോക്കിയപ്പോൾ അവർക്ക് 9 വെള്ളിയേ ഉള്ളൂ, നമുക്ക് 17 വെള്ളിയുണ്ട്. അങ്ങനെ ഇന്ത്യ 4ാം സ്ഥാനത്തേക്ക് വരുന്നു. ക്ലിയർ അല്ലേ? അവർക്ക് ലഭിച്ച വെങ്കലം 17ആണ്. തിരിച്ചു വന്നു. നമ്മൾക്ക് ലഭിച്ച വെങ്കലത്തിന്റെ കൗണ്ട് അവർക്ക് വെള്ളിയും, നമുക്ക് ലഭിച്ച വെള്ളിയുടെ കൗണ്ട് അവർക്ക് വെങ്കലവും വന്നു. അങ്ങനെ സംഭവിച്ചു. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം ഓർത്തു വെച്ചേക്കുക. ഇന്ത്യ 4ാമതാണ്. 5ാമത് ആതിഥേയ രാജ്യമായ സ്കോട്ട്ലാൻഡ് എന്ന കാര്യം ഓർക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ 1ാം സ്ഥാനത്ത് ഓസ്ട്രേലിയ, 2ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്, 3ാം സ്ഥാനത്ത് കാനഡ, 4ാം സ്ഥാനത്ത് ഇന്ത്യ, 5ാം സ്ഥാനത്ത് സ്കോട്ട്ലാൻഡ്. ഇനി വേദികൾ, വരാനിരിക്കുന്ന വേദികളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുന്നേ കഴിഞ്ഞ വർഷം ഏറ്റവും ഒടുവിലാണ് നടന്നത് 2022 നടന്നു കഴിഞ്ഞ വർഷത്തെ വേദി. 2022 വേദി ബിർമിംഗ്ഹാം ആണ്. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇനി 26 കോമൺവെൽത്ത് ഇത്തവണ നടന്നത് ഗ്ലാസ്ഗോ, സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ്. ഇനി 2030 കോമൺവെൽത്ത്, അടുത്ത് വരാനിരിക്കുന്ന 2030 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെയെന്ന് വെച്ചാൽ അത് അഹമ്മദാബാദ് ആണ്. ഇന്ത്യയിലെ അഹമ്മദാബാദ് ആണ് 2030 അല്ലേ? 2030
30 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് അഹമ്മദാബാദാണ്. അഹമ്മദാബാദാണെന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതോടുകൂടി കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടോപ്പിക് നമ്മൾ എന്ത് ചെയ്തു? പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി അവിടെ നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് എന്ത് ചെയ്തു? കിട്ടി എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. അപ്പോൾ അടുത്ത സെഗ്മെന്റുമായി മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതിനു മുൻപ് ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും എന്ത് ചെയ്യുക? ഒന്ന് ഫോർവേഡ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.